Welcome to Kunju Lab. Let's start experimenting. ഹായ്, എന്തു രസമാണ് അവരാ മരത്തിന് താഴെ കളിക്കുന്നത് കാണാനും കിളികൾ കൂടുകൂട്ടുന്നത് കാണാനും. എനിക്കും വലിയൊരു മരമാവണം. പക്ഷേ ഇരുട്ടിൽ ഞാൻ ഒറ്റയ്ക്കാവും. എനിക്ക് മണ്ണിനടിയിൽ പോകാൻ ഭയമാണ്. ഞാൻ വളരില്ല. മോളെ മിനി, കുഞ്ഞെ, വളരാൻ ചിലപ്പോൾ ഇരുട്ടും ബുദ്ധിമുട്ടും വേണം. നമ്മൾ കാണുന്ന വലിയ വൃക്ഷങ്ങളും ഒരിക്കൽ നിന്നെപ്പോലെ ചെറിയ വിത്തുകളായിരുന്നു. പേടിക്കേണ്ട, എല്ലാം ശരിയാകും. ഒരു ദിവസം ആകാശം ഇരുണ്ടു. കാറ്റ് ശക്തമായി വീശി. മഴ വലിയ തുള്ളികളായി പെയ്യാൻ തുടങ്ങി. അയ്യോ അമ്മേ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. എനിക്ക് പേടിയാവുന്നേ. അയ്യോ, എന്നെ രക്ഷിക്കണേ. ഈ മഴയും മണ്ണും ചേർന്ന് എന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നേ. എനിക്ക് പേടിയാവുന്നു. അയ്യോ, കാറ്റും മഴയും കൂടി എന്നെ കൊണ്ടുപോകുന്നു. എന്നെ രക്ഷിക്കൂ. എനിക്ക് പേടിയാകുന്നു. എനിക്ക് മണ്ണിൽ കിടക്കാൻ വയ്യ. ഇവിടെ എല്ലാം ഇരുട്ടാണ്. എനിക്കൊന്നും കാണാനാവുന്നില്ല. ഞാൻ ഒറ്റയ്ക്കായി. ഞാൻ ഇവിടെ എന്തു ചെയ്യും? ഒരു ദിവസം മണ്ണിനടിയിലെ ആ നിശബ്ദതയിൽ മിനിക്ക് തന്റെ ഉള്ളിൽ ഒരു ചെറിയ മാറ്റം തോന്നി. എന്തോ പുതിയത് സംഭവിക്കുന്നു. വാവ്, ഇതെന്താണ്? ഞാൻ വളരുകയാണോ? ഇരുട്ടെന്നെ വളരാൻ തടഞ്ഞില്ല. അത് എന്നെ വളരാൻ സഹായിച്ചു. ദിവസങ്ങൾ കടന്നു. ആ ചെറിയ തളിർ പതിയെ വലിയതായി. മിനി സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ വളരുന്നു. ഓരോ ദിവസവും അവൾക്ക് കൂടുതൽ ശക്തി തോന്നി. എനിക്കിനി പേടിയില്ല. ഞാൻ ഇതിനെ ജയിക്കും. ദിവസങ്ങൾ കടന്നു. ഒരു ദിവസം മിനിയുടെ തളിർ മണ്ണിന്റെ മുകളിലേക്കെത്തി. അവളുടെ ഇലകൾ സൂര്യപ്രകാശം കണ്ടു. ഇത് ഇത്രയും മനോഹരമാണോ? ഇതാണ് എന്റെ പുതിയ ലോകം. ഇതെത്ര സുന്ദരം. കാലം കടന്നു. ഒരു ചെറിയ വിത്തായിരുന്ന മിനി ഇപ്പോൾ ഒരു വലിയ വൃക്ഷമായി മാറി. പക്ഷികൾ കൂടുണ്ടാക്കി. കുട്ടികൾ അവളുടെ തണലിൽ കളിച്ചു. ചിരിയും സന്തോഷവും എല്ലായിടത്തും നിറഞ്ഞു. ഇപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു. ഇതാണ് എന്റെ സ്വപ്നം. ആ സ്വപ്നം ഇന്ന് സത്യമായി. ഒരു സമയം ഞാൻ ചെറിയ വിത്തായിരുന്നു. അന്ന് ഞാൻ ഇരുട്ടിനെ ഭയന്നിരുന്നു. പക്ഷേ ആ ഇരുട്ട് തന്നെയാണ് എന്നെ വളർത്തിയത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. കുട്ടികളെ ഭയപ്പെടണ്ട. ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഓടിപ്പോകരുത്. കാരണം അതാണ് നമ്മളെ ശക്തരാക്കുന്നത്. അതാണ് നമ്മളെ വലിയവരാക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ കുഞ്ഞു ലാബ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം.